ടു മൈ ചാനൽ. നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ആയല്ലേ. ഇന്ന് നമുക്കൊരു ഓർഗനൈസർ സെറ്റാക്കിയാലോ. ഇതേപോലത്തെ ഓർഗനൈസറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമൊക്കെ കാണിക്കുന്നത് ഫുള്ള് പട്ടിശയാണ്, അതൊന്നും ശ്രദ്ധിക്കണ്ട. ഇതൊക്കെ ഫുള്ളും പ്രഹസനമല്ലേ ഉണ്ണി. ആദ്യം തന്നെ നമ്മൾ 2 റെക്റ്റാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. കാരണം നമുക്ക് 2 ലെയർ ആയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അതിനുശേഷം അതിൻ്റെ സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഒട്ടിക്കാനായിട്ട് ഇതേപോലത്തെ ചെറിയ റെക്റ്റാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയത് ഫോം ബോർഡും കൊണ്ടാണ്. ഫോം ബോർഡോ കാർഡ്ബോർഡോ എന്ത് വേണമെങ്കിലും വെച്ച് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫോം ബോർഡാണ് കേട്ടോ. അതാവുമ്പോൾ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എന്താ, ഫുൾ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഫ്ലെക്സ് ക്യൂക്കും വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടുകയും ചെയ്യും. ഭയങ്കര സ്ട്രോങ്ങും ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓർഗനൈസറിന്റെ മെയിൻ പാർട്ടായിട്ടുള്ള 2 ലെയർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡ് സെറ്റാക്കണം. സ്റ്റാൻഡ് സെറ്റാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പേപ്പർ റോളാണ്. ഇത് വാൾപേപ്പർ മേടിച്ചപ്പോൾ അതിന്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. ഇതൊരു വലിയ പേപ്പർ റോളായിരുന്നു. ഞാനത് 4ആയി ഡിവൈഡ് ചെയ്ത് 4 മൂലയിലും വെച്ച് എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ കൊണ്ടുപോയി മേളിലും കൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ സംഭവം സെറ്റായി. ഇതെല്ലാം ഒട്ടിച്ചത് ഞാൻ ഫ്ലെക്സ് ക്യൂക്കും വെച്ചാണ് കേട്ടോ. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന കാർഡ്ബോർഡും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഭാവിയിൽ ഇതേപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ഉപകാരപ്പെട്ടേക്കാം. അങ്ങനെ നമ്മുടെ ഓർഗനൈസർ സെറ്റായി. ഇതിപ്പോൾ കണ്ടാൽ പറയും ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്, എന്തൊക്കെ ഐറ്റംസ് ഇതിൻ്റെ മുകളിൽ വെക്കും എന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം എന്തൊക്കെയോ ഒപ്പിച്ച് സാധനങ്ങളൊക്കെ വെച്ചു. നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ലൈക്കും ഷെയറും മറക്കണ്ട. വീഡിയോ ഇടാൻ വൈകിയതിൽ സോറി കേട്ടോ, കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റ ബൈ ബൈ.